ഹലോ മച്ചാൻ ഇപ്പൊ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. കാരണം പാർട്ട് 15 ആയിരിക്കും. ഞാൻ പുതിയതായിട്ട് കുറച്ച് ജീവികളൊക്കെ പിടിച്ചോണ്ടുണ്ട് എന്റെ ഗെയ്സ്. ഇതിന്റെ പേരാണ് ഡെസ്ട്രോയ്. ഇത് മറ്റേ നമ്മൾ ആദ്യം വന്ന സമയത്ത് മറ്റേ ഇതിന്റെ ഫ്രണ്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇൻവെസിബിൾ. അതാണ്. ഇപ്പോ ഇതിനെ പിടിക്കാനൊക്കെ കുറെ പാട് വെക്കും. പിന്നെ കേട്ടാ ഗെയ്സ്, പിന്നെ വേറെയും കുറെ ആനിമൽസിനെയൊക്കെ ഞാൻ പിടിച്ച്, പിന്നെ ഡോളോ പോലത്തെ എന്തോ ഒരു ജീവിയെ പിടിച്ച്, പിന്നെ കുറെ പരിപാടി ചെയ്തിട്ടുണ്ട്. I'll look after you. പിന്നെ ഇവിടെ എന്താ പറയുക, ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ പക്ഷികളെ ആനിമൽസിനെ കൊണ്ട് തിട്ടാല് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനെ വിളിക്കാൻ പറ്റും. പൂച്ച. ഇവിടെ പൂച്ചയ്ക്ക് ഒരു കപ്പിളിനെ കൂടെ ഒപ്പിച്ചു കൊടുക്കുന്നോടാ. ഇപ്പൊ ഒറ്റയ്ക്കാണ് ആള്. ഇത് താഴോട്ടാണ് ആരോ. അപ്പൊ എന്തിനാണ് അപ്പൊ ഒരു മെയിലിനെ ഒപ്പിച്ചു കൊടുക്കാം. ബാക്കി എല്ലാത്തിനും കപ്പിൾസ് ആക്കി കൊടുത്ത് ഞാൻ ആകെ പൂച്ചയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റാതെ മതി. ഓക്കെ. പിന്നെ യൂണിക്കോണിനെ 2-3 ഞാൻ പിടിച്ചായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു സൈഡ് ക്വസ്റ്റ് എടുത്തപ്പം നമുക്ക് മുകളിലോട്ടും കൂടെ ഒരു സ്പേസ് കിട്ടി ഗൈസ്, ആനിമൽസിനെ ഇടാനായിട്ട്. Dig things. ഇപ്പൊ You താഴെ should be മുകളിൽ. proud of all the potions you've brewed. എവിടെയാ? Revelio. കാണേ സഖീലേ. എന്താ ഫീമെയിൽ ഒരു മെയിൽ ഉണ്ട് പ്ലീസ്. ഇത് കേട്ടാ നോക്കണം. തവളയ്ക്ക് ഒരാളെ ഒപ്പിച്ചു കൊടുത്തില്ല. നമുക്ക് പിടിക്കാം പിന്നീട്. അപ്പൊ നമുക്കിത് എങ്ങനെ തവളയെ പിടിക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് Protego. I don't have anything for this. എന്നിട്ട് നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. വേൾഡ് മാപ്പ് എടുക്കും. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഇവിടെ നിന്നാണ് ആ ജീവിയെ പിടിക്കുന്നത്. പറക്കുന്ന അതിന്റെ പേരെന്തിന്, ടെസ്റ്റോൾഡൻ. നേരത്തെ കാണിക്കുന്നില്ലേ, അതിനെ പിടിക്കുന്ന ഇവിടെ നിന്ന്. പിന്നെ ജയന്റ് പർപ്പിൾ ടോഡ് ഡെൻ തല പിടിച്ച എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ആളാ എന്റെ ലൈഫ് ബാറിന്റെ മുകളില്? Revelio. ഓക്കെ. Let's go. എന്തിനാടാ ഇയാളോ എന്തിനാ? Revelio. കുഴപ്പമില്ല അവന്. എന്തൊരു Revelio. ഫോട്ടോ വെച്ചത് താളെ കൊടുക്കാൻ പോയി. അയ്യോ, Now, ഇരിക്കാൻ ഉദ്ദേശിച്ചതിനെ മാറിപ്പോയി. വീട് അതിൻ്റെ എടാ, നമ്മളെ ഇരുന്നത് ഏതായിരുന്നടാ? മെയിലാണോ ഫീമെയിലാണോ ഇരുന്നത്? any idea?
ഇത് ഫീമെയിൽ അല്ല അല്ല മെയിൽ മെയിൽ അത് മെയിലല്ലേ? Revelio. They come after me, they'll rest in 10 graves. Revelio. Mind yourself. ഇനി ആരാ നോക്കിയിട്ടോടാ മെയിൻ ആളാരാ അവിടെ നിൽക്കുന്നത് Protego. മെയിൻ ആളിനെ എടാ, കൊന്നായിരുന്നു നീ ഇവിടെ ആരും ഉണ്ടാകുന്ന എന്നെ കൊന്നറിഞ്ഞില്ല. എടാ നീ ഒന്നും ശ്രദ്ധിച്ചില്ല. ആ താഴെ നോക്കൊരു നീല ബാറ് കണ്ട, ഓ അത് കൂടി. ഞാൻ ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നത് മൂന്നെണ്ണം അയ്യോ അങ്ങനെ ഇവിടെന്തോ അത്ര പൊട്ടിരിക്കും. അത് പൊട്ടിക്കാണോ അത് ചെയ്യുന്നത്? എന്താ സംഭവം? അത്ര പൊട്ടിരി അത് ഇത് Confringo. Confringo. അപ്പുറത്തൂടെ ഒന്ന് പൊട്ടിക്കാം ഇത് എവിടെയാണ്? 20 12 ഇനിയുണ്ട് Confringo. Revelio. കൊറേ ഉണ്ടല്ലോ. ഇനിയില്ല ഇനിയില്ല 5 കൂടി Revelio. 2 കൂടി അതെ 2 വെളിയിരിക്കുന്നു എന്താ ഇത്? എന്റെ കുടം പൊട്ടിക്കൊള്ളാ Revelio. ഹാക്കിക്ക് ഇറങ്ങുന്നേ അവസ്ഥയൊക്കെ ഇത് കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് ഇറങ്ങുന്നത് നല്ലത്. ഇത്രയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. നേരത്തെ വിളിച്ചത് ഫീമെയിൽ അല്ലേ ഇത് 2 ഫീമെയിലിനെ വിളിക്കുന്നു അറിയില്ല, നേരെ മെയിലാണ് സോറി Professor Howell. നീരല്ലേ നേരത്തെ പിടിക്കുക. സെറ്റായി ഗൈസ്. ഇനി നമുക്ക് വേറെ ആർക്കും കൂടി ഇതാണെന്ന് പറഞ്ഞു പൂച്ച 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 അതെവിടെയെന്ന് അറിഞ്ഞുകൊണ്ട് പോവാ. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത് പൂച്ച നമുക്ക് ഏതോ ഒരു ക്യാമ്പ് രക്ഷപ്പെടുത്തിയിട്ട് കിട്ടിയതാണ്. തന്നെ ക്യാമ്പിന്റെ ഓ അകത്തുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വന്നു മറ്റേ നമ്മളെ യൂണിക്കോൺ ഇല്ലേ യൂണിക്കോണിനെ പിടിച്ച് പിടിച്ച് പോയപ്പോണ്ട് ഇവര് അടി വന്നു അപ്പൊ അവരെ കൂട്ടത്തിലെ കേജിൽ തുറന്നിട്ട് അപ്പൊ യൂണിക്കോണുള്ള സ്ഥലത്ത് പോയി നോക്ക് ചിലപ്പോ അവിടെ ആയതെങ്കിലും കൂട്ടിയിട്ടുണ്ടായിരുന്നു യൂണിക്കോൺ എവിടെ നിന്നിട്ടുണ്ടാ അതുകൊണ്ട് ഇവിടെ അത് ഒരു വട്ടം കിട്ടുള്ളൂ അങ്ങനെ. ആ ഞാൻ പിന്നെ പോയി നോക്കായിരുന്നു. ഡ്രാഗണെ കൂടി വളർത്ത് ഡ്രാഗൺ അതല്ല ഇവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ ചെയ്യാടാ. നമുക്ക് മെയിൻ കുറച്ചുകൂടെ പോവാം. എടുക്കുക.
കുതിരയും കൂടി ഓടിക്കാൻ പറ്റുന്ന ഈ സെറ്റ് ആക്കായിരുന്നു. കരയും കൂടെ കുതിരപ്പുറത്തും ആകാശത്തോടെ പോയത്. പിന്നെ ബ്രൂം എന്തിനാണ് അങ്ങനെ ആണ്ടാ പൈസ കൂടി എന്റെ കിടന്ന എല്ലാം വിറ്റ് ഇട്ടിരിക്കുന്ന ഉടുപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാം വിറ്റതാ. ഒരു നിക്കറും ഷർട്ടും മാത്രമേ ഉള്ളൂ. അതിന്റെ മാറി മാറിയിട്ടോണ്ടിരിക്കുന്നത്. ജാക്കറ്റ് കൊണ്ട് രക്ഷപ്പെട്ടു. Anything to do with the Dark Art should be avoided. It's too risky. Anything to do with Salazar Slytherin Revelio. is worth the risk. I can't agree. And I'll not say a word more. I'm sorry. I won't give up. അവനെ പോകാൻ പറയടാ. ഞാനൊക്കെ ഫുൾ സപ്പോർട്ടാണ്. He's being ridiculous. Apparently Salazar Slytherin had a secret scriptorium here in Hogwarts. Ominous swears it was used for the Dark Arts, so he wants nothing to do with it. I reminded him that Anne needs a cure. This scriptorium could hold the answers we need. നമുക്ക് ഡാർക്ക് ആർട്സ് പഠിച്ചാലോ? My interest. There's more to dark magic than people realize. The Gaunts know this better than most. Perhaps I've spoken out of turn. Ominous's family history is personal to him. I'd like to know more about it if you wouldn't mind telling me. I won't repeat it. Very well. But do keep this between us. അതത്രേ Ominous ഉള്ളൂ. learned dark magic from his parents. സൂചിച്ചൊക്കെയാണ് Are you familiar with the Cruciatus curse? വേറെ യൂണിവേഴ്സിന് ക്രൂഷ്യസ് കേസ്. അത് ഫ്രണ്ട്ലി ആയിട്ട് ക്രൂഷ്യസ് കേസ് ഇതിലെന്തെങ്കിലും കൊടുത്തിട്ട് എനിക്ക് അറിഞ്ഞൂടാ സ്പെല്ല്. പക്ഷെ എന്തൊരു കൊടുത്താലാണ് ഈ സ്പെല്ല് കഴിയാൻ പഠിപ്പിച്ചായിട്ട് നമ്മളാ. നോട്ടെന്നാണോ എനിക്കറിയത്തില്ലല്ലോ. അതിലേ എനിക്ക് പറയാൻ പോണു. What does the Cruciatus curse do? It's known as the torture curse, Crucio. It inflicts intense, excruciating pain on the victim. Apparently, his parents and older siblings had no qualms about casting it on muggles for sport. Ominous described the sound of the victim's cries as horrific, so the first time he was asked to cast it himself as a child, he couldn't bring himself to do it. As punishment, his family cast it on him. The anguish was so bad that when asked to cast it again, he relented. I have repeatedly assured Ominous that he did what he had to, but he still hasn't forgiven himself. കാര്യം ചെയ്യട്ടാ. ഈ മണ്ടയിൽ ഇത് വെച്ചേക്കണമെന്ന് നിർബന്ധം കണ്ടാ CPU അത് ഞാൻ വേറെന്തോ ആവശ്യത്തിന് ചെക്കതാ. എന്തോ അല്ല ഇത് സ്ട്രീം ചെയ്യുമ്പോ ചെയ്തേ. മറ്റേ How horrible. Poor Ominous. He was only a child. He shouldn't blame himself. After that incident, the rift between Ominous and his family only grew. That is until I came along. Every moment he isn't at Hogwarts, he's with us in Feldcroft. Ominous trusts me. And more often than not, he winds up listening to me. I'll remind him of that when I follow up about the scriptorium. Watch for my owl. I'll have news soon enough. I'll make Ominous understand. He'll change his mind. Revelio. എനിക്ക് തോന്നണ ഏതാ ക്രൂഷ്യസ് സ്പെല്ല് നമ്മളെ പഠിപ്പിച്ചതല്ലെന്നാണ് തോന്നുന്നത്. തരുവലി കാര്യമായിരിക്കും. ഇതിപ്പോ അവിടുത്തെ ഹെഡ് മാസ്റ്ററിനെക്കാളും കൂടുതൽ അറിവില്ല. അല്ല പഠിച്ചു വരുന്നതനുസരിച്ച് അവിടുത്തെ ഹെഡ് മാസ്റ്ററിനെക്കാളും കൂടുതൽ അറിവ് പഠിച്ചോണ്ടിരിക്കും നമ്മളല്ലേ. നിങ്ങൾക്ക് ഏഷ്യൻ മാജിക്കിന്റെ ട്രേസ് കാണാം. അല്ല ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഇത്ര നാളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം ഏഷ്യൻ മാജിക്കിന്റെ ട്രേസ്. പക്ഷെ എനിക്ക് ടൈമാണ്. അതായത് എങ്ങനെയാ ഫിറ്റിംഗ്സ് എടുക്കുന്നത്? ഇത് നീ ഏത് കേട്ടത്? സ്റ്റീം വഴി ഇട്ടേക്കും, ഡിസ്കോർഡ് വഴി ഇട്ടേക്കും. സ്ട്രീം വഴി അറ്റാക്കിയായിരുന്നു. ജീവിതകാല സെറ്റിംഗ്സിൽ
അത് NVIDIA. NVIDIA എന്നല്ലടാ, സ്ട്രീമിംഗ് ഉണ്ട്. ഞാൻ സെറ്റിങ്സ് കയറിയിട്ടാണ് ചെയ്തത്. സെറ്റിങ്സിന്റെ ഓപ്ഷൻ ഇതിലൂടെ നടന്നത് ചെറുതായിട്ട്. എനിക്ക് നല്ല പനിയല്ലായിരുന്നു. പനിയായിരുന്നു. പിന്നെ എനിക്ക് 3 ദിവസം 4 ദിവസം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 2 ദിവസം ഞായറാഴ്ച തിങ്കളാഴ്ച എന്താ പനി വന്നേന്, ജലദോഷം തുടങ്ങി, മൂക്കൊലിപ്പായി, തുമ്മലോടെ തുമ്മൽ, മൂക്കൊലിപ്പായി, അടുത്തത് പനി, പിന്നെ 3-4 ദിവസം പനി പിടിച്ചെടുക്കും. അതാണ് പാറ്റേൺ. ഇപ്പം പനി വന്നില്ല, അതുകൊണ്ട് ബോഡി കൺഫ്യൂഷനായി മൊത്തത്തിൽ. അതുകൊണ്ട് മൂക്കൊലിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ നിർത്തണോ വേണ്ടേന്ന് ബോഡിക്ക് അറിയാൻ വയ്യ. അതുകൊണ്ട് പിന്നെ കുറെ ദിവസമായിട്ട് ഞാൻ പിന്നെ ഇന്ന് ഒരു സ്ഥലം പോലും ദ്വാരമില്ലാതെ ഫുള്ളും അടച്ചിരിച്ചു. ഇപ്പൊ നോക്കിയപ്പോ സ്റ്റെപ്പില് 2 കള്ളന്മാരും കൂടെ കൊച്ചുകളായിട്ടോട് പോണ കള്ളന്മാരാണ്. ആ മോളെ കൊണ്ടിടാൻ ഇന്നലെ പട്ടി വന്നുണ്ട്. ഇന്നലെ ഇവിടെ പട്ടി കയറിയതാ. എവിടാ? വീടിന്റെ അകത്താട്ട് അറസില്ല. ഇവിടെ വീട്ടിലെ ഇവിടെ പുറത്ത് പൂച്ചക്കൂട്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് കുരച്ച് ആകെ പണിയായി. ഒരു പൂച്ചയുടെ ബാക്ക് മുമ്പ് കോഴി കിടന്ന കൂട്, ഇപ്പൊ കോഴിയൊന്നും ഇല്ലാത്തോണ്ട് പൂച്ച ഇറക്കാണ്. എന്റെ ടെറസിലാണ് പൂച്ച വെച്ചിടത്. 3 പൂച്ച കുഞ്ഞുങ്ങളുണ്ട്, 3 പോകാൻ പഠിക്കും. Is this Mr. Bickle's home? ഒരെണ്ണം പൊടിക്കാണ്, കുഞ്ഞാണ് എന്നുവെച്ചാ ഒക്കെ ഓരോന്ന് വലിയ സൈസ് ഒന്നും ഇല്ല അതിന്. ഈ പൂച്ച ഭയങ്കര കുഴപ്പമാണോ. ഞാൻ ഇന്ന് നോക്കിയപ്പോ ഷീറ്റിന്റെ വണ്ടയിൽ കയറി ടെറസിന്റെ വണ്ടയിൽ കയറി ഇരിക്കത്ത്. ഞാൻ അങ്ങനെ പോയി ഏണി എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കിയപ്പോ തറയിൽ വന്നിരിക്കുന്നു പൂച്ചക്കുട്ടി. എങ്ങനെ കയറി മുകളിൽ പോയതാ, എങ്ങനെ കയറി താഴെ ഇറക്കിയതാ എന്തോ. ഇവിടെയുള്ള പൂച്ചക്കുട്ടികൾ ഒരെണ്ണമെന്ന് പറഞ്ഞാല് തുണി വിരിക്കുമ്പോ കഴിയുമ്പോ എല്ലാം വന്ന് ബാക്കിൽ ഒന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാ പരിപാടിയും വെള്ളപ്പൂച്ച. വേറെ ഒരെണ്ണമുണ്ട്, അതെന്ന് പറഞ്ഞാൽ നമ്മള് ഡോറ് തുറക്കാൻ കാത്തും. ഡോറ് തുറന്നാലേ പതുങ്ങി ഒന്ന് ഒളിച്ച് നിന്നിട്ട് നമ്മൾ കാണാതെ കാത്തത്. പിന്നെ ഇവിടെ കിടന്ന വിളിയാണ് പുറത്തു പറഞ്ഞത്. ബാക്കിയുള്ളവരെ കാണാൻ Do you know which way Archie might have gone? പിള്ളേരെ വിളിക്കുകയാണെങ്കിൽ കള്ളാണ്. Hideout in the forest south of here. He never wanders far. But if he witnessed Harlow doing something to his father, I'm afraid to leave in case he comes back home. We'll find your son, Mrs. Bickle. Thank you. What am I going to do? എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ, അവിടെ കൊച്ചിനെ കൊണ്ട് കളഞ്ഞു. Please tell one, Mrs. Bickle. അതെ, Bring Archie home. അയ്യോ അയ്യോ. When I took the letter we found to Officer Singer, she told me about Mr. Bickle. He had been doing the same thing we are, providing Officer Singer with evidence to take down Harlow. I had hoped to speak with him about what he had found, but we were too late. ശബ്ദം കേൾക്കുന്നു. അടി കിടക്കാൻ പോവാ. What did Officer Singer say about the letter you brought her? She thanked me, but she clearly felt that it was not enough. Your friend Highwing could provide all the evidence against Harlow that we need. We will need something more. Revelio. That Mrs. Bickle mentioned. Archie Bickle! He would not have done this to his own hideout. Someone came here looking. Revelio may be our only hope of finding out what we need. There! Archie's footprints. He went this way.
ഓ മറ്റേ ഇത് നടക്കുന്നോണ്ടാ, അടിയുടെ ഇത് നടക്കുന്നോണ്ടായിരിക്കും അത് എടുക്കാൻ പറ്റാത്തത്. ഇതൊന്നുമില്ലെന്നോ ഇതാണ് captain. ഒരാടിനെ പറക്കി വെച്ചാല് നമ്മളെ വളർത്താൻ, എന്നിട്ട് നമുക്ക് അറിയിക്കാം വിശക്കെ. അത് ബീസ്റ്റ് അല്ല, ഇറങ്ങിപ്പോണം. I thought we would have found Archie by now. ബീസിനെ I suspect he'll keep running if he's being അല്ല, അത് ഞാൻ ഒരു സംഭവം അറിഞ്ഞ് Pursuing him. I only hope you're right. അതിനെ കിട്ടുമെന്നാണ് പറയുന്നത്. Men like Harlow would not think twice about killing Dragon a ആണോ? child. We must find Archie. ഡ്രാഗൺ അല്ല, കാരണം വരും. ഡ്രാഗൺ എടുത്ത അവതാറിനെ കണക്ക് നീ ഏറ്റവും വലുത്. എല്ലാരും ചെറിയ ഡ്രാഗൺ എടുക്കുമ്പോൾ നീ വലുതിനെ എടുക്കും. ഡ്രാഗനെ ഇതിൽ കിട്ടുമെന്ന് സംശയമുണ്ട്. പട്ടിയെ വളർത്താൻ പറ്റൂലേ? പട്ടി ബീസ്റ്റ് അല്ലേ? ബീസ്റ്റ് അല്ലേ? ഇത് ബീസ്റ്റ് അല്ലേ? അതില് ഞാൻ ചോദിച്ചോ ബീസ്റ്റ് അല്ലേ? അല്ലേ, ഇതാണ് beast ആണ്. ഇനി എങ്ങോട്ടാ? നമുക്ക് പത്ത്. Archie's satchel. Why would he leave it behind? He was likely running from Harlow, distracted. This may be a good time for Revelio again. അയ്യോ അത് ബീസ്റ്റ് Archie ആയിരുന്നു. went this way. ഇപ്പൊ ഏതാണെന്തോ ബീസ്റ്റ്. ചെറുപ്പം കരിഞ്ഞു. I have a bad feeling about this. Harlow must have a reason for pursuing Archie. I wonder what Archie saw. I hope he didn't see Harlow kill his father. He would never overcome it. At least not in any way I can imagine. A fork in the road. We will need Revelio again. പിന്നെ പാവയില്ലടെ താറേ കിടക്കുന്ന ആച്ചിയുടെ. Harlow caught up to him here. This is not good. They went this way. ഒരു സംശയം, വളരെ വലിയ സംശയം. സാധാരണ ഇത് നമ്മളെ കിട്ടിയല്ലോ. ഇതെന്താ വേറെ കളറ്? ആ കളറല്ലേ? എടാ ഇത് ഷൈനിയാടാ. ഓ പോച്ചി പോച്ചി പോച്ചി. എടാ അളിയ അത് ഷൈനിയാണ്. വെള്ള 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 പിടിച്ചോ, പിടിയണം പിടിയണം. കൂടി കൂടി ഇരുന്ന കേറ്റ് 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 കിട്ടി. ഓരോ വട്ടം പിടിക്കുമ്പോഴും കൂടി വരുന്നുണ്ട്. മറ്റത് നോക്കും. ഇപ്പൊ ഇഷ്ടം പോലെ നമ്മളിപ്പോ പിടിച്ചതിന്റെ ഏത് കളറാണ്? അല്ല ഏത് മെയിനാ ഫീമെയില? ഇത് താഴോട്ടിരിക്കുന്ന ആര്? ഇപ്പൊ മുകളിലോട്ടിരിക്കുന്ന ആരെയാണ് പിടിച്ചോണ്ട് പോകുമ്പോ? I'm sorry you experienced something like that. മേലോട്ട് വരുന്ന വെള്ള പറക്കുന്നു. I was with my father when he died. My mother was away and I felt quite. It was a long time ago in some ways, but in other ways, it seems like it was yesterday. I still see him so clearly. You must miss him. My father was a wonderful man. Let us keep moving. We must find Archie. എന്താ ബോളോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഓക്കെയാണാടി പോന്നു. ഞാൻ നിന്ന് കറിക്കൂടെ അടിയൊക്കെ വരുന്നു. As I feared, they have Archie. Be
be on your guard. There can ഞാൻ be ഇവിടെ no വന്നിട്ടുണ്ട്. mistakes. ലൂട്ടെടുക്കാൻ എന്തിനാ ഞാൻ വന്നിട്ടുണ്ടോ ഓരോ ചെയ്തു. കേറ്. ഇതിന്റെ അകത്ത് വഴി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വന്നിട്ട് ചെയ്തൊക്കെ ഒന്നും പേരില്ല. I did not expect this tent to be so large on the inside. That complicates it a little. Revelio. ഈ പരിപാടി കൊള്ളാം കേട്ടോ. ഇങ്ങനെയായിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് വീട് കിട്ടിയത്. ശരിയായിരുന്നു. കുറച്ച് ടെന്റ് അടിച്ചിട്ടാ ഇല്ല, അവള് അവിടെ എന്തൊക്കെയോ ഒരാളിനെ രക്ഷപ്പെടുത്തണം, അവളെ അമ്മ കരയുന്നൊക്കെ പറയുന്നു. എന്താണ് ഈ ലൂട്ട് കിട്ടുന്നില്ല, ജീവി എങ്ങോട്ടാ പോകുന്നത്? അതുകൊണ്ട് മാർക്കിങ് കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണം, താഴെ ഇറങ്ങും. Don't think he saw it happen, do you? He's just a child. അവന്റെ കയ്യിരുന്ന പോഷൻ അതെന്താ ഇത് ചെയ്യണം, സ്ലോട്ട് കയറുന്നു. അതൊക്കെ പോയി മുട്ടി പോയി കുത്തും. അവളവിടെ അവിടെ തുള്ളിച്ചടി നടക്കുന്നുണ്ടായി. അവർക്ക് ഈ മേജിക്ക് അറിയത്തില്ലല്ലോ. അവളെ കൂടെ കേട്ടാ ബേക്ക് ചെയ്യുന്ന ആളെ ആദ്യം അടിച്ചടിച്ചു. അതിന്റെ ബേക്ക് ആളുണ്ടായിരുന്നു. കൊഞ്ചായിട്ട് നിൽക്കുകയാണ് കേട്ടോ ആള്. നേരെ അടിച്ചാലും ശരിയാ, നേരെ അടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. അവനൊരു സ്പെഷ്യൽ കൊടുക്കാൻ They got what they deserved. അവക്ക് ഇഷ്ടപ്പെട്ടത്. ആ കൊച്ചിറക്കവിടെ കിടന്ന് കരയാണ്. നമ്മളിവിടെ താഴോട്ട് പറയുന്നുണ്ടോ ഇതുവഴി പോകുന്നില്ല. വരുന്നടാ അവർക്ക് അവിടെ മിണ്ടായിരുന്നു. അവിടെ പെറ്റി പക്ഷെ അവിടെ എങ്ങനെ കേട്ടാ താഴോട്ട് പോവാ. എന്റെ മണ്ടല് കയറുന്നത് അതൊരു പെട്ടിയുണ്ട്. അത് വെളിയിലോട്ട് ഇറങ്ങിയിട്ടാണ് പെട്ടിയൊക്കെ വരുന്നടയോ ആരാ ആ അതുകൊണ്ട് പെട്ടി എടുത്തിട്ടേ പോകും. ഇല്ല എന്താ വിലയാണെന്ന് അറിയാമോ? കൂടെ വന്നാണോ ഈ പരിപാടിക്ക് ഇറങ്ങുന്ന കോട്ടൺ സ്യൂട്ടൊക്കെ ഇതേപോലെ പെട്ടി എടുത്താൽ നടക്കുന്നു. എല്ലാവർക്കും ഇതേപോലെ രക്ഷിക്കാൻ പോകുമ്പോൾ ഇതിനെ നിങ്ങളിട്ട് പോകാൻ പറ്റും. പൈസ എടുത്തതേപോലെ സ്യൂട്ടൊക്കെ ഇട്ടിട്ടല്ലേ ഇതേപോലെ അടിക്ക് പോകാൻ പറ്റും. Archie Bickle. അത് കീറി ഉടുപ്പിട്ടോണ്ട് പോകാൻ പറ്റില്ലല്ലോ. Your mother sent us to find you. Oh, I'm so glad to see you. Revelio. Not too loud, Archie. ഇതിന്റെ കഴിവ് പുറത്തെടുക്കരുത്. Need to get this കമ്പ്യൂട്ടർ open.
Follow her more. എന്തുവാണടാ? ആ കൊച്ചിറക്കാം മര്യാദക്ക് വീട്ടിലെ അമ്മയെ പറയുടെ കേട്ട അവിടെ വീട്ടിൽ ഇട്ടോളാം. He killed my father. We're so sorry, Archie. We won't let him get away with it. But first, we need to get you home to your mother. Thank you for saving me. We wouldn't have it any other way, Archie. Now let's get you home. We know a safe way back. ഭാഗ്യം തിരിച്ച് ഫുള്ള് നടക്കണം. എല്ലാത്തിനും അടിച്ചിട്ട് അതത്രേ ഉള്ളൂ. അതാണ് സേഫ് വേ. ഈ ഗെയിമിന് നമ്മളെ വിശ്വാസം ഇല്ലെന്നാവും കേട്ടാ. അതെ You're here. You're safe. ചീത്ത വിളിയാണ് ദേഷ്യപ്പെടാണ്. ഇതാണ് കരയാണ്. Mother. His friends are in danger. ഇത് സൗണ്ടിലുള്ള ഇമോഷൻസ് കാണുന്നില്ല. Which friends, darling? Mr. and Mrs. Ray. Mr. Filbert. And I think they also said Otto's name. I shall speak with them. You run inside. Yes, Mother. Your husband's friends may be in danger. Just as he was. How can we help? You've done enough. My husband was a powerful wizard and couldn't defeat Harlow. The last thing we need is that monster coming after you. It may be too late for that. I'm afraid Harlow's already after us. Then you needn't anger him further. I assure you, the threat could be a lot worse. Please, please keep your distance. I'm sorry again about your husband, Mrs. Bickle. Thank you. And thank you for bringing Archie home. I can never repay the two of you for your kindness. Not to worry, Mrs. Bickle. My father used to say that rain does not fall on one roof alone. We are here to help each other. ഒരു പെണ്ണ ഓ അവിടെയാണ് You നിൽക്കുന്നത്. must learn more Revelio. about Mr. Bickle's friends and why Harlow is after them. You'll be hearing from me as soon as I know something. ഓക്കെ Thank you for your help today. അതൊക്കെ ഉള്ളൂ. എടാ, രക്ഷിച്ച വീട്ടിൽ തന്നെ വേറെ കൂട്ടുന്നത് തട്ടിപ്പൊട്ടിച്ച് ഇല്ല. അവരെ തട്ടിപ്പൊട്ടിച്ച്. Hello, Mr. Zambi. What can I do for you? What can I do for you? What do you have for sale? ഇതെടുത്ത് ഇട്ടില്ലല്ലോ. നിനക്ക് ഭ്രാന്താണ്. ഏ ഇത് ഇട്ടില്ലേ നീ? എന്താ ഈ ഏത് 71 78 ഉള്ളത് അതിപ്പോ കിട്ടിയതല്ലേ? 73 കള 78 ഇടകല്ലേ? ഇതല്ലേ 78 ഒരു ഉടുപ്പ് മാത്രം കൈ ഇൻ കേസ് എന്തെങ്കിലും തീ വിട്ട് കഴിഞ്ഞു പോയാല Revelio. മൊത്തത്തിൽ പോകുന്നു. നമുക്ക് സംഭവം സെറ്റ് ചെയ്തിട്ട് അഡ്രസ് എടുത്തിടാം. ചവലക്ക് കൂട്ടി എടുക്കണ്ടേ? നാളേക്ക് കൂട്ടുകൊടുക്കണ്ടേ? ആ ചവല ചവല എന്നില്ലേ ചവല ചെയ്തിട്ട് എന്തോ കിട്ടി അത്. നമ്മളെ ഇരിക്കുന്ന ലെജൻഡറി ആണ്. എന്ത് ചെയ്യുമല്ലേ? ഒരുപാട് ആകെ രണ്ടിതേ കൂടുന്നുള്ളൂ. അതാണ് വേണ്ട. ബുക്കുണ്ട് ഇത് 8 കൂടുന്നുണ്ട്. ഇതെടുത്തിടാം. ഇതല്ലേ എന്തോ Increase damage dealt to first target.
ഇതിലാണുള്ളതാണ് നമ്മളില്ല. ഡ്രൈഫോർ ഫെദറാണ് അത് മറ്റേ കിളിയുടെ ഫെദർ. കിളിക്ക് 2 പൊട്ടും കൊടുത്ത് 2 തലാവും നടായി കിട്ടും. മറ്റേ കിളിയുടെ ഇതിന്റെ ആണെന്ന് തോന്നുന്നുണ്ടാ. അല്ലയോ നോക്കാം. കൂട്ടാണ്ടാ വേണ്ട. അതിനിതുണ്ട് ഇതിനൊക്കെ ഇതല്ല, തവളയല്ല. കൂട്ടത്തോടെ കപ്പിൾസ് തവളക്കുട്ട മാത്രം ഒറ്റയ്ക്ക്. തവളക്ക് നമുക്ക് ആളെ കൊടുക്കാം. ഇതിവിടെ പറ്റത്തില്ല, ഇതിവിടെ പറ്റത്തില്ല. നമ്മളതൊക്കെ തക്കാട്ടുന്ന പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പറ്റത്തില്ല, തിരികെ പറ്റത്തില്ല. ആരാണ് അതാണ് പറഞ്ഞ പറക്കണ പക്ഷി. അതിച്ചിരി ടഫാണ്. പോയി ഫുഡ് കഴിക്കേ. പോയി ഫുഡ് കഴിക്കേ. നീ കൊറ ഫുഡ്, നിനക്ക് സാധനം വേണേ നീ ഫുഡോട് അത് പോയി കഴിക്കുന്നു. എനിക്ക് വന്നില്ല. ഇതല്ലടാ, ഇതിന്റെയോ ആണ്. ഇതിന്റെ ആണെന്ന് തോന്നുന്നുണ്ടോ? 4 സ്പീഷ്യസ് അല്ലേ ഇടാൻ പറ്റും. നീ ഇപ്പൊ എത്ര സ്പീഷ്യസ് ഇട്ട്? 4 സ്പീഷ്യസ്. പൂച്ച ഇപ്പൊ എന്തായാലും യൂസ് ചെയ്യുന്നില്ലല്ലോ. അല്ല എന്നുവെച്ചാ പൂച്ച ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്. പിടിച്ചെടുത്ത് ഇനി കൊണ്ടുപോകും. ഞാനിച്ച് ചത്തുണ്ട്. ഇത് തന്നെ. നോക്കാൻ പറ്റുന്ന ഒരു കെമിസ്ട്രി ലാബ്, ഒരു ബയോളജി എന്താണ് പറയുന്നത്? മറ്റേ ചെടി വളർത്തുന്ന ലാബിന് എന്തിനു പറയുന്നത്? ബോട്ടണി ലാബ്, പിന്നെ ഒരു സുവോളജി ലാബ്. 3 ലാബും ഇവിടെ തന്നെ. നമ്മൾ ഏതാണ് ഗ്രേറ്റ്ലി ഇംഗ്ലീഷ് ഇത് കാണാം. ഇതിനെന്തിനാണ് ഹ്യൂമർ ഫെദർ? ഇതെന്തൊരു കാണുന്നത്? ഹ്യൂമർ ഫെദർ, പിങ്ക് കളറിലെ ഫെദർ നമ്മളിലുണ്ട്. ഇതാണെന്ന് തോന്നണം. ഇത് തന്നെ നീ എന്റെ മുന്നേ ഷോ കടത്തില്ലേ? ഈ 2 ഇറങ്ങി നീന്റെ കയറി എവിടെ?
മൂന്നയാണോ ഇത്? കൊള്ളല്ലേ, ക്യൂട്ടായിട്ടുണ്ട് ഞാന്. ഇങ്ങനെ കൊടുത്തിട്ട് വല്ലടാ വലിയ അതെല്ലാം തരാന്ന് വെച്ചാലും തരത്തില്ല. പിണങ്ങി കിട്ടി. ഓക്കെ, ഇതൊന്നും ബഫിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് എടുക്കാം. ഫാനുണ്ട്. ഇതെന്താണ്? ഇത് ഫില്ലാക്ക ആദ്യം. ഫില്ലാക്കുള്ളതുണ്ടോ? ഫില്ലാക്കാനുള്ളത് ഉണ്ട്. ഇല്ല. ഇനി 3 ലെവലൊക്കെ കൂടെ ആകുമ്പോൾ അത് ഫുള്ളാവും. 20 തിരിഞ്ഞ് നോക്കണ്ടല്ലേ, ബാക്കിയുള്ള നോക്കിയാൽ മതി. ഫസ്റ്റ് മെയിൻ ടെസ്റ്റ് ഇതെന്തിനാണ്? ഗോ ടു ദ മാപ്പ് ചേമ്പർ. ഇത് നമ്മളെ മറ്റേ ചെടി കിളി വളർത്തിയ സ്ഥലം. ശരിയാ, കിളി ഓ നമ്മളെ അല്ല ഒന്നുമില്ല വീട്ടുകാരാ. എന്തിനു പറയുന്നത്? ഇത് മറ്റേതല്ലോ. You would be wise not to underestimate this. Their aptitude for anything I've ever seen, and I've been teaching a long time. It is a joy to have such a student. It can be. There you are. നമ്മളെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നമ്മളൊന്നും കേട്ടില്ല. I was able to speak with Lodgok, the goblin I mentioned before. What did you learn? He and Ranrock were close once, but they had a falling out. You believe he can be trusted? ഗോബ്ലിൻ ആണ്. ഇതൊക്കെ അല്ലേ നമ്മളെ കൊണ്ടൊരു ഹെൽമെറ്റ് എടുപ്പിച്ചോണ്ട് പോയതാണ്. ഇങ്ങനെ പോലെ വിശ്വാസമില്ല. ഇനിയില്ല, നമുക്ക് എല്ലാരും വിശ്വസിക്കാടാ. He seemed sincere, and Serona Ryan trusts him. Supposing he can be trusted, will he help us get to Ranrock? Turn to Ranrock in order to regain his confidence. You have been busy. Let's hope your efforts result in our learning something about Ranrock. But he couldn't say what. Ranrock is searching for something. I feared as much. I've heard an unusual amount of activity, goblins and wizards, I surmise, when visiting my portrait at my castle. Rookwood Castle? My former residence, yes. That castle is also the location of your next trial. I'm sorry to tell you that Victor Rookwood, evidently your descendant, is a dark wizard in league with Ranrock. My descendant? A dark wizard? I'm afraid we've no time to waste. Despite the obstacles that clearly await you, you must get to Rookwood Castle immediately. Not only is it the location of the next trial, it is home to a source of power that would be devastating in the wrong hands. I do wish we had the luxury of time. However, I do not doubt your abilities. Find my portrait there as soon as you can. Very well, sir. I'm on my way. Best of luck. Best of luck. No time to waste. I'll meet you at Rookwood Castle.
ഇങ്ങനെ എങ്ങനെ നടന്നു വന്നത്? അത് അങ്ങനെ നടക്കാൻ പറ്റും. അങ്ങനെയല്ല, ഇങ്ങനെ എങ്ങനെ അവിടം വരെ നടന്നു പോവാ? അത് മേജിക് കളിച്ച് ടെലപ്പോർട്ട് അടിക്കുമോ? അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടല്ലേ പോകുന്നു. പറ്റി മ്യൂസിക് നല്ല മ്യൂസിക്. പെട്ടെന്ന് നടക്കാൻ സാധിക്കും. പയ്യെ ഇറങ്ങി നടക്കുന്നു. ഇങ്ങനെ പോടെ, ഇങ്ങനെ കൊള്ളത്തില്ല. പയ്യെ ഇഴഞ്ഞായിരിക്കും. Nice to see you, my young friend. Hello, nice to meet you. Welcome. I'm Bernard Indiaye, and this is my shop. Is there anything I can help you with? What do you have for sale? നല്ല അകലം വലിച്ചു. അയ്യോ അയ്യോ ചെറിയൊരു പ്രശ്നമുണ്ട്. Have I mentioned you're welcome to stop by any time? നമ്മളെ ഇതെടുത്ത് എക്യൂപ്പ് ചെയ്തില്ലേ? നന്നായി. ഇപ്പോഴാണ് ക്ലീനായത്. ടെസ്റ്റ് ഉണ്ടല്ലോ. അവിടത്തെ നാട്ടുകാരെ പല ആവശ്യത്തിനും സഹായിക്കുന്നതെന്ന് വെച്ചാൽ അവരൊന്നും പറയുന്നില്ല. അവരുടെ വീട്ടിലെല്ലാം വീട്ടടിക്കുന്നു. സെക്കൻഡറി ടെസ്റ്റ് ഐഡന്റിഫൈഡ് ഹാൻഡ് ആയിട്ട് അന്തരായിരിക്കും കിട്ടിയത്. അൺഐഡന്റിഫൈഡ് ഹാൻഡ് ആയിട്ടോ? അത് ഇത് അവിടെ പോയിട്ട് ഇതാക്കണം. അവിടെ അൺലോക്ക് ആക്കണം, അപ്പൊ കാണാൻ പറ്റും. ഇത് കാണിക്കുന്നവിടെ Revelio. Let's see what's up your sleeve this time, Merlin.
മൂർച്ച കിട്ടുന്ന സൗണ്ട്. കത്തി വെച്ചാ ശരി ശരി. ഈ സാധനം കളക്ട് ചെയ്യുമ്പോഴാണ് മറ്റേ ഇത് കിട്ടുന്നത്. കേറി അടിയില്ല, രണ്ടുപേരല്ലേ ഉള്ളൂ. പൊട്ടിക്കണം തോന്നുന്നു. അവിടെ കത്തിച്ചു വെക്കണം താറ. അതുകൊണ്ടായിരുന്നു. That wasn't so difficult. ഒന്നും വന്നില്ലേ? കിട്ടി. അത് ഇത് കളക്ട് അത് എത്രയുണ്ടോ ചലഞ്ചസ് ഉണ്ട് വേണ്ടേ? ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോഴാണ് കൂടുന്നത്. ഇപ്പം 4 കാണിച്ചില്ല. ഇപ്പൊ എനിക്കറിയത്തില്ല. ഞാൻ പോണേ. എന്തോ പറന്നൊക്കെ ഒന്ന് അടിച്ചിട്ട് പോയോ? കണ്ടാ നാളെ മതി. ചക്കായി. പിന്നെ എങ്ങനെ കൊല്ലാനാണെന്ന് പറയുന്നില്ല. കേട്ടത് പോലില്ല. അത് കിട്ടിയടാ എനിക്ക്. കിട്ടിയ അതെങ്ങനെയാണ് കൃത്യം നീ അവന്റെ നീ ചെന്നിരുന്നത്? അച്ചട്ടി അയാൾ അത് പൊങ്ങി ഇരിക്കുമ്പോൾ ഡിസൈൻസ് തിരിച്ചടിക്കുന്നു. ഇസടിക്കും അങ്ങനെ കേട്ടോ. അത് പറ്റേണ്ടതാണ്. പാറെടുത്ത പാറ അറിയുമ്പോൾ പോയിട്ടറിയാ. അതെന്നെ കിട്ടിയില്ല. ഒന്നുകൂടി റെഡി. മനസ്സിലായില്ലേ സംഭവം? മനസ്സിലായി. കല്ല് വരുമ്പോ അതിനെ എടുത്തെറിയാനല്ലേ? അവ എടുത്തെറിയട്ടെ. മണിക്കൂറെടുത്ത് ബീസ്റ്റാണ് പോലെ ബീസ്റ്റ് അല്ലേ? എന്നാലും അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം.
ഏതാടാ മറ്റേ പറന്നു വരുന്ന കല്ലെടുത്ത് എറിയാൻ അതല്ലേ? അടാ അത് ചെയ്യാൻ പറ്റിയ സത്യം പറഞ്ഞു. പ്രശ്നം എന്താണെന്നറിയാവോ? പിടിക്കാൻ പറ്റുമോ? ഇൻവിസിബിൾ ആയാലും ഇതേത് വെള്ള ഇത് നമ്മളെ ഇല്ല. ഇത് ഈഗിളിന്റെ അതേ കളറ് വെള്ളയും കറുപ്പുണ്ട് നമ്മളെ ഇല്ലല്ലേ? പല കളർ ഇരിക്കുമെന്ന് തോന്നുന്നു. പല കളർ ഇരിക്കും. എന്തായാലും പിടിച്ചോ നോക്കണ്ട. അടിച്ചടിച്ചടിച്ചേറ്റ് ബാഗ് ഇട്. 1 2 3 4 5 6 കേറിക്കോ. ഇപ്പൊ പിടിക്കണോ? ഇത് വെള്ളയല്ലേ? പിടി. വെള്ളം നമ്മളെ ഉണ്ടല്ലോ. പോകണ്ടേ? പിടിച്ചോണ്ട് പോന്ന പിടിച്ചോ. അത് വെള്ളയല്ലേ? പിടിക്കാടാ പാവട ഒറ്റക്കല്ലേ. 1 2 3 4 വയസ്സ് കല്യാണം കഴിഞ്ഞ് നിൽക്കാണ് സമയത്തായിരിക്കും നമ്മള് ഒരാളെ മാത്രം പിടിച്ചോണ്ട് പോകുന്നത്. ഇവിടെയാണ് ഹിപ്പോഗ്രിഫോ അതെ ഗ്രിഫിനുള്ളത്. മറ്റേ സംഭവം നമ്മളന്ന് കൊറേ കഷ്ടപ്പെട്ട സാധനം. അതെ വെയിറ്റ് ഇതില്ലേ കുറച്ച് റൈറ്റിലോട്ട് തിരിച്ച്. അങ്ങനെ തന്നെ കുറച്ച് താഴോട്ട്. കണ്ട ഏതല്ലേ എന്താ അത്? ബലൂണല്ലേ കാണുന്നേ? ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ. കത്തിക്കാനാണ് ഈ വീട്? വീടൊക്കെ അല്ല ഇത് കത്തിക്കുന്ന ചിഹ്നം കിടക്കുന്നു. ഇതിന് ഞാൻ വേറെ സംഭവം പഠിച്ചതാ, കാണിച്ചു തരാം. അതെടാ നീ നാക്ക് പൊക്കിയിട്ട് കത്തി മുറിച്ച് കളഞ്ഞ. അയ്യോ ഡാമേജ് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. അടുത്തോട്ട് ചെല്ലടാ. അതിന് നാക്കേക്ക് എത്തുന്നില്ല. നാക്ക് വെച്ച് ചാവും. അല്ല അത് പറക്കണ സമയത്തെ അങ്ങനെ എന്തോ സംഭവം. അതെന്തോ ടിപ്സ് ആണ്, ടിപ്സ് ആൻഡ് ട്രിക്സ്. ഈ ബീസ്റ്റിനെ കൊല്ലാനുള്ള വഴി, പെട്ടെന്ന് കൊല്ലാനുള്ള വഴി. ഇതായിരുന്നു അവസാനം പൊട്ടിക്കേണ്ടത്. ആടാതെ കോൺസെൻട്രേറ്റ്. അത്തേ നിനക്കെന്താ വെച്ച? അതാണ് അവസാനം പൊട്ടിക്കേണ്ട വഴി. കണ്ട നീ പേടിക്കാതെ ഇങ്ങനെ പോയാ മതി. അതാ കിടന്ന് കറക്കണ്ട. അവിടെ ലൂട്ടല്ലേ ഇരിക്കുന്നത്? പരിയിലുണ്ട് ഇവിടെ.
നമുക്കൊരു മെയിൻ ഫസ്റ്റിലോട്ട് പോവാം. ഇപ്പൊ അതിന്റെ പുറത്ത് വരാം കുറച്ച് കഴിഞ്ഞ് വരാം. I should dismount here. Over here. ഞാൻ കഴിക്കാൻ പിന്നീട്. ഓക്കെ. What's going on here? Professor Rookwood was right. The place is crawling with Victor Rookwood's lot and Ranrock's loyalists. They're working together, all right, but it is not a friendly alliance. I'm sure you'll agree that we need to find a way in other than the front gate. Let's go. പെട്ടെന്ന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഇപ്പൊ പോ, ഇത് തീർത്തിട്ട് പോ. സമയം പോവാ. ആശാൻ എവിടെ? അതാ ഇരിക്കണോ? വഴിയുണ്ടോ? ആരും ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ അടിച്ച സൗണ്ട് കേട്ടായിരുന്നു. മറ്റേ ഏതൊരു സിനിമയില്ലേ, മറ്റേ എന്തിന് കുനിഞ്ഞത് മാത്രമേ ഓർമ്മ ഉള്ളൂ. എന്തിനാ വേണ്ടി കുനിഞ്ഞ്? മറ്റേ ഇതില് മീശ വന്നതല്ലേ ഇരുട്ടത്ത് ദിലീപിന്റെ അടിയും കൊണ്ടുവന്നിട്ട് ജഗതി പറയുന്നത് എന്താ സാധനം എടുക്കാൻ വേണ്ടി കുനിഞ്ഞാണ്. അപ്പൊ കുനിയാൻ പോയത് എന്തിനാണ്? അപ്പൊ നിവരാൻ വേണ്ടി കുനിഞ്ഞാണ്. You can't stop Ranrock's rebellion! ഇതിപ്പോ ബാഗിന്ന് അടിയല്ലോ. ഇവരൊക്കെ ഡാർക്ക് മാജിക്. കൂടെയുള്ള സാധനം എവിടെ? അങ്ങനെ അവിടെ എന്തായാലും സംസാരിച്ചോണ്ടിരിക്കുന്ന എന്തെങ്കിലും ചെയ്യണേ. അവ അവിടെ നിൽക്കുന്നൊക്കെ തുടങ്ങിയ ബാക്കി സമയത്ത് 3 നമ്പർ എന്തിന് ജീവനോടെ നിൽക്കുന്നത്? അമ്പരയോടെ കൊന്തളയാം. ബാ പൊക്കി വേണ്ടിട്ടല്ല കൊണ്ട് വിളിയല്ല. ഈ ഗെയിം തുടങ്ങിയ സമയത്തെ ലങ്ങേര് വലിയ വലിയ മേജിക്കുകൾ പറഞ്ഞ് മണ്ണടി അടിച്ചപ്പോ നമ്മൾ മാത്രം ഇക്കിളാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ അതാണ് താഴെ എന്താടാ മറങ്ങുന്ന ഇത് കുറച്ചുകൂടെ മനസ്സോട്ട് വേണ്ടി പറ്റി.
അങ്ങനെന്തിനാ ഇവിടെ? If I'd known your plan was to dig up half the country... I wouldn't have to dig if you could simply manage to bring me the child. We wouldn't need the child if you hadn't sent a dragon to retrieve the container I spent months and countless ministry favors tracking. You let them board the carriage. My options were limited once I knew it would be inconveniently beyond my reach at that infernal school. Have you not acquired enough power here? I allowed you to tunnel under my family home. Allowed me? You are here only because you are descended from a keeper and may at some point inadvertently become valuable. We had an agreement. I will share with you the power that I discovered if you locate the stores of magic that are yet to be found. So, unless you want another demonstration of my power, a power that you one day hope to wield, bring me the child. ഓ, ഞാൻ വിചാരിച്ച് ഇപ്പൊ മറ്റേ ബ്രിങ് മീ താനോസ് എന്ന് പറയുമെന്ന് കേട്ടു. തോന്നടാ? അല്ല, ഞാൻ ചിലപ്പോ അടിയാവും, അത് വലിയ ഇതാവും, അപ്പൊ നമ്മളെ കാണും അടിയാവും. അങ്ങനെയല്ല, ഞാൻ മറ്റേ ആ തോറിന്റെ ഒരു സീനല്ലേ, ബ്രിങ് മീ താനോസ് എന്ന് പറഞ്ഞു പാടിക്കൊണ്ടേന്. ഞാൻ പെട്ടപ്പോ Let's get into that castle. ഒളിച്ചിരി ഇതെന്തൊരു Any special words you want me to pass on to your mum? കുക്കീസ് ഉണ്ടാക്കുമ്പോ ആദ്യം കുറച്ച് നമുക്കും കഴിച്ചേക്കാൻ പറയാം. വേണോ? എന്താ പിടിച്ചോ? വന്ന് ചോദിച്ചാണോ? നിനക്കാണോ? സാറെവിടെയാണോ? സാറിന്റെ അത് കാണാനില്ല, എന്റെ അവിടെ ഒറ്റക്കാക്കി. നീ അങ്ങനെ ഇല്ല ഇല്ല നടക്കുന്നതോ ഡിസ്കോഡൻസ് കളിക്കുന്നു. എവിടെ നിന്നാണ് പിന്നെ മണ്ടേ വലിച്ചിങ്ങ താഴെ ചാടി. ഇവിടെ 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 അങ്ങേര് കൂടെ നിൽക്കുന്നവരാ മറ്റേ കൂടെ അമ്മരെ കൂടെ ഇതൊക്കെ അടിക്കുന്നില്ല. സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മള് ഒളിച്ചും പാത്തും പോകുമ്പോ എന്തൊക്കെ ഞാൻ ഇല്ലേ കൃത്യം കണ്ടുപിടിക്കുന്നത്. പിന്നെ എന്തിനാണ് അമേരി ഒളിച്ചൊക്കെ പോയി കുറച്ച് ലൂട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ കളിക്കാൻ കഴിച്ചപ്പോഴേ എല്ലാണോ വരുന്നു, എല്ലാത്തിനും അടിയിട്ടാനായിട്ട്. അതിന്റെ ഇവിടെ അങ്ങേര് നടക്കുന്ന ഡിസ്കൗണ്ട് അങ്ങനെ നമ്മളെ നോക്കിന്ന് അറ്റാക്ക് ചെയ്യുന്നത്, നമ്മളെ അടിക്കാൻ വേണ്ടി നിൽക്കണ പോലെ നിൽക്കുന്നത്. ആരടാ നീങ്ക? അവർക്ക് എന്നെ മനസ്സിലായില്ല, ഇനിയിപ്പോ അവരെ കൂടെ അടികൂടാം. അതെ ഓ കളിച്ചാ ഞാനിപ്പോ ടോപ്പിക്ക് ഞാൻ കളിക്കട്ടെ. അപ്പൊ മറ്റേ Revelio.
I suppose that's the quick... Revelio. 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 വരാപ്പം. Goblin tracks. They're a step ahead of us. Let's see where they lead. This must be it. The store of magic and the source of... Revelio. It looks empty. If they've taken all of it, why are they still here? Ranrock said there's more to be found. And if he's right about that, it may or may not be located here. Wherever it is, we need to find it before they do. Revelio. Portrait. I heard something. I was hoping that was you. Professor Rookwood, the goblins and dark wizards who've overrun your castle are digging for stores of magic and have broken open some sort of container. No! Things are more dire than I could have imagined. If, as you told Percival, a goblin in his vault was wielding a powerful magic, then they have somehow learned. It cannot be! And sir, they know you were a keeper. Ranrock used the term. This makes no sense. How did... We shall discuss this later. Right now, you must complete the next trial. Just tell me where I need to go. The power you stand to wield must first be fully understood. The trials will ensure that. Power without knowledge is dangerous indeed. In the wrong hands, we will simply have to outwit Ranrock and her unfortunate namesake. Very ആ ഇയാള് പോർട്രേറ്റിൽ വരും. എന്നിട്ട് അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോ അയാൾ നമ്മളെ Professor Fig must leave. ആര് പ്രൊഫസർ ഫിഗ്? ഹലോ, അല്ല ഇങ്ങനെ ഏതാണ്ടാ അങ്ങനെ മറ്റവിടെ വന്നവരെ കണ്ടിട്ടുണ്ട്. അല്ലല്ല ഇയാള് ഇതേപോലെ ട്രയൽ റൂമിലെല്ലാം വരുവാടാ. പക്ഷെ പ്രൊഫസറിന് അങ്ങ് വരാൻ പറ്റത്തില്ല. I shall await your arrival in the map chamber. Okay. നീ പോയി അടിച്ചിട്ട് വാ, ജീവനോടെ വരികയാണെങ്കിൽ ഞാൻ അവിടെ കാണും. ഞാനല്ല അവിടെ കാണും, മാപ്പ് ചേമ്പറിൽ. എന്തൊക്കെയാണ് നമ്മൾ അടിക്കാൻ തയ്യാറാണ്. അടിയാണ് പൈനകത്താണുണ്ട്. എനിക്ക് ഇവിടെ ഒന്നും എഴുന്നില്ല. അടിച്ചല്ലോടാ, ഇതിലൊന്നും ഇല്ലല്ലോടാ. മറ്റേ പരിപാടി പോയി നോക്കുന്ന വഴി കാണും. ഇങ്ങനെ മേലില് വരുമായിരിക്കും അവിടെ. തിരിച്ചു വേണം. എന്നാ തിരിച്ചു പോകാൻ പറ്റും. തിരിച്ചോ ഇപ്പൊ വന്നാണെങ്കിൽ അതിന് തിരിച്ചു പോകും. ആ ചോപ്പിന് കൂടെ നീനെ കൂടെ പോകാൻ പറ്റുള്ള. ചോപ്പിൽ കൂടെ പോകാൻ പറ്റും. ഇതിന് പറയാൻ ഇവിടെ അല്ലേ പോവേണ്ടത്? ഇത് ഈ ചോപ്പിൽ കൂടെ കയറാൻ പറ്റും. നമ്മൾ ഇതുവരെയാണ് വന്നത്. പോയി
അപ്പൊ ഒന്നും കൂടി ഇതാക്കിയാണ് നേരത്തെ ചെയ്താണ് ഒന്നും കൂടി എന്റെ ഒരു പെട്ടിയുണ്ട്. എടാ ഇപ്പൊ അതിന്റെ അകത്ത് കയറാൻ പറ്റും. മറ്റേ ഇതിന്റെ അകത്തൂടെ കയറി വാ, നീലിന്റെ അകത്തൂടെ ആ ഡോറിന്റെ അകത്തൂടെ. മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ഇതിന്റെ അകത്തൂടെ കയറുമ്പോ ഇങ്ങനെ വരും. ഇത് എന്ത് ചെയ്യാനാണ്? അത് പോയി. ഇനി ഒന്നും അവിടെ പോയി ചെയ്യണം. കംപ്ലീറ്റ് ചായ ബഗ്ഗായതല്ലോ ആണ് അതിന്. നീലയുടെ അകത്തോട് കയറിയിട്ട ശില്പ അനക്കാൻ നോക്കിയല്ല. ഇത് നീങ്ങും കേട്ടാ. നീക്ക് എങ്ങോട്ടേലും കൊണ്ടുവയ്ക്കണം. എന്താ സംഭവിച്ചേട്ടാ? എന്താ സംഭവിച്ചത് എനിക്കത് മനസ്സിലായില്ല. ഇതൊക്കെ എന്തൊക്കെ പറയോ? മണ്ടയിലുണ്ട് ഇനി അത് വലിച്ചോളെ. അവിടെ ഇനി തിരിച്ചു നോക്കൂ. അതെ നീ അവിടെ ഇട്ടോ. ഇനി പോവാ. നിനക്ക് വഴി താഴെ പോകില്ലേ? അവിടെ കാര്യം ചെയ്യട്ടാ. നീ ആ പാലത്തിലോട്ട് പോയാണ്. ഇവിടെ വെച്ചിട്ട് ഈ റൈറ്റ് സൈഡിൽ ഉണ്ടാ ആ പാലം. അവിടെ നിന്ന് അങ്ങോട്ട് വഴി കിടക്കുന്നുണ്ടാ. പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളത്. ഇത് നോക്കട്ടെ. നാളെ പറയാൻ പറ്റും. നീ പറഞ്ഞ കത്തില്ല. ഇവിടെ വന്നിട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോ ചാടാൻ പറ്റൂല. ഇവിടെ വെച്ച് അടിക്കാൻ വല്ല ഉണ്ടാന്ന് നോക്കി. ഭയങ്കര ലോങ് ആണല്ലോ. ഒരു വെട്ടിയല്ലേ ബോട്ട്.
നിങ്ങൾ അധികം ചെയ്താൽ മതിയായിരുന്നു. Revelio. ആ കയറിയാണ് എടാ പണ്ടാ കയറ അച്ചല്ല പെട്ടെന്ന് തീരുന്നതിന് മുമ്പ് ധരിച്ചോ. അപ്പൊ 2 നീലയിലും കയറി ഇറങ്ങിയുള്ള പരിപാടിയാണ് കേട്ടോ. ഇതെന്ത് പ്രേമ കറക്കി എടാ ഇതാണ് കിടന്ന് കറങ്ങുന്ന നടുക്കത്തെ സാധനം. അതൊന്നുമില്ല, ഇതിൽ കൂടെ കയറി ഇറങ്ങി എന്താ പരിപാടിയാണ്. നമുക്ക് ഇതിന്റെ കൂടെ വെച്ചിട്ട് എടാ ഇത് റെഡല്ലേ കിടക്കുന്നത്. ഒരു കാര്യം ചെയ്താണ് ഇതിന്റെ 2 വശത്തൂടെ കയറിയാണ് പോലെ പരിപാടി കയറാൻ പറ്റാൻ തോന്നുന്നുണ്ടോ? അത് പോട്ടെ, നമുക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യാം. പോട്ടെന്ന് പറയാൻ പോട്ടെ Revelio. പറ്റിക്കുന്നതാ അടഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ അടഞ്ഞ് ഇത് നമ്മളെ ട്രാപ്പ് ചെയ്ത ആളാണ് സംശയം. ശബ്ദം ഉണ്ടാക്കാൻ സൈഡ് അപ്പൊ ശരി, ഞാൻ പോയിട്ട് ഇത് എവിടെയൊക്കെ വന്നാ വരാതെ ഇത്രയും പേര് വെച്ചിട്ടാണ് അങ്ങനെ നമ്മൾക്ക് നടി വരുന്നുണ്ട്. ആകടാ തീർക്കളല്ല ആകടാ എവിടെ കാക്കടാ കാടിയൊക്കെ വരുന്നു അതൊക്കെ അവനെ ഞാൻ കൊന്നു. നീ വരരുത് കേട്ടല്ലേ, നടത്താൻ പറ്റും. ഇതിനൊക്കെ സ്പെഷ്യല് കുറെ നേരമായില്ലേ. ഞാൻ കരിച്ചു പോകണം. ഞാനൊന്ന് വിചാരിച്ചിട്ട് എമ്മേന്റെ സണ്ട പോടുற ഒന്നെ കുടുംബത്തെയും പുതച്ചിടുവേ. തമിഴൊക്കെ ഓക്കെ തന്നെയാണ്, തണുപ്പാണ്. ഓ എന്റെ അളിയാ, ഞാൻ ഉദ്ദേശിച്ച പുതപ്പതല്ലേ. അങ്ങോട്ട് നീക്കണം ആ ഡോറ് നേരത്തെ നീക്കണം. അത് അതിന്റെ അകത്ത് കയറിയിട്ട് നോക്കിയാണ് പോലെ ആ ഡോറിന്റെ അകത്തൂടെ കയറിയാണ് അങ്ങോട്ട് വഴിയാണ്. ഇനി നോക്കിയാണ് അതെ ആ സാധനം പൊക്കിയെടുത്ത് ഇപ്പുറത്ത് വല്ലതും കൊണ്ടുപോയി എന്നിട്ട് ഇങ്ങെടുക്കാൻ പറ്റുമോ? ആ ഇവിടെ പോയി ഇനി തിരിച്ചു കയറ്, അതുകൊണ്ട് പോവല്ലേ. നീ മാത്രം പൊട്ടാ ഞാൻ ഇരിക്കും. ഞാൻ ഇതിപ്പോ അങ്ങനെയല്ലേ ഇരിക്കും, ഇതെടുത്ത് അതിൻ്റെ അകത്തിട്ടാണ്. ആ ഇനി നീ മാത്രം അപ്പുറത്ത് പോയാണ്. ഇനി അത് കറക്കയോ എല്ലാം ചെയ്താണ്. പാപ്പില്ലേ തിരിച്ചോ
തിരിച്ചു ചെസ്റ്റ് കാണാനില്ല. എടാ ആ ചെസ്റ്റാണ് ഇത്. തിരിച്ചു എനിക്ക് മനസ്സിലായി. ഇതിനെ പിടിച്ചിട്ട് തിരിച്ചു ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുപോയത് എവിടെയെങ്കിലും വീണ് വെച്ചാ ഇനി ഈ സാധനം മണ്ടയിലിരിക്കുന്നു. ഇവന് ഞാൻ കൊല്ലും. എന്തിനാ പറയുന്നത്? അത് തന്നെ കറക്ക്. അങ്ങനെ കറക്കണം. വീട്ടി ഞാൻ പറയാം. നീ ആ സാധനം ഇല്ലേ അങ്ങോട്ട് നീക്കി വെച്ചാണ്, ബാക്കിലോട്ട് നീക്കി വെച്ചാണ്. എടാ ബാക്കിലോട്ട് നീക്കി വേടാ. ഇവിടെ ഞാൻ ഇടിക്കും ഞാൻ. എടാ വെയിറ്റ്, ഈ പറന്ന് നിൽക്കുന്ന സാധനം കണ്ടാ ഇതിനെ ഇതുകൊണ്ട ബാക്കിലോട്ട് നീക്കി വെച്ച നീ വന്നില്ലേ അതിന്റെ ബാക്കിലോട്ട്, അങ്ങോട്ടല്ല തിരിച്ചു പോയാണ്. വട്ടത്തിൽ ഇതെങ്ങനെ പറഞ്ഞിരുന്നത്? ഓക്കെ നീ തിരിച്ചു കറക്കല്ലേ? കറക്കി കിട്ടിയല്ലോ. എന്തൊക്കെയാ നടന്നു? ഓ കാരണം ഇതില് കേറി ഇറങ്ങുമ്പോ മാറുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ കാണാം. എനിക്ക് ഇതായി ഞാൻ എന്ത് പറയുന്നത്? ടെസ്റ്റ് വാങ്ങി ഇനി എന്തിനാണ് പോകുന്നത്? എന്തോ വലിയ ആപത്തിനേക്കാൾ ഞാൻ പോകും. എന്നിട്ട് തിരിച്ച് നീ കറങ്ങി വന്നാണ് ഈ കേറാത്ത സൈഡ് വഴി വന്നാണ്. ഇനി നോക്കിയാണ് അതല്ല ആരായത് ഇതിന് ആറുണ്ട്. കത്തിയത്ര അവിടെ കാണും. അപ്പൊ ഇതിന്റെ അപ്പുറത്തെ സൈഡിലും അതേപോലത്തെ ഒരാള് കാണും. ഒരാളിനെയാണ് മറ്റേ ആളുടെ ആയുധം നീ വന്നത്. മറ്റേ സൈഡിലെ ആള്. അല്ല അതിന് നീ ഇതിലെ കൂടെ കയറി എന്നാലേ കാണാൻ പറ്റും. ആ കത്തി അതിന്റെ കത്തി. ഇതെല്ലാം ഉദ്ദേശിച്ച നീലെ കൂടെ കയറുമ്പോൾ മാത്രം ചില സാധനങ്ങൾ കാണും, വെള്ളി കൂടെ കയറുമ്പോൾ ചില സാധനങ്ങൾ ഇങ്ങനെയാണ് കൂട്ടിയിട്ട് കുത്തിക്കോളും. ഏതിൽ കൂടെ കയറുമ്പോൾ മാത്രമേ അത് കാണത്തുള്ളൂ. കയറി നോക്കിയാണ് ആ ഡോർ വഴി അപ്പൊ കാണാൻ പറ്റും. ഇനി നോക്കിയാണ് അത് തുറന്നിട്ടുണ്ടായി. ആ ഇനി തിരിച്ചു അങ്ങോട്ട് പോവേണ്ടി മുകളിലേക്ക് വഴിയുണ്ട്. ഇതെടുത്ത് മുകളിലേക്കാണ് കേട്ടോ. കളിക്കോ അതിന്റെ മണ്ടേ കയറിയിട്ട് എടാ ബുദ്ധിമാനെ. ഇനി കറക്ക്. അപ്പൊ നീ ഇത് ഉദ്ദേശിച്ചല്ലേ ചെയ്തത്? ഞാൻ വിചാരിച്ച അതൊക്കെ ഉദ്ദേശിച്ചു. അത്ര തയ്ക്കും നടക്കരുത് കേട്ടാ. ആട്ടാതെ പോലെ സ്ക്രീൻ ഇവിടെ നമ്മള് വന്നു.
നീ പറഞ്ഞു അടുത്തടിക്കുള്ളതാണ് 3-4 സ്ഥലത്ത് കൊച്ചി ബേക്കറികളൊക്കെ നിൽക്കുന്നു. അതോ നിൽക്കുന്നു. കുഞ്ഞില്ലേ ഇപ്പൊ തീരും കത്തിക്കാൻ അത്രേ എടുത്തിട്ടടിച്ചോ മാറിക്ക് അവിടെ കൊണ്ടില്ല ദൈവം ചത്തടാ. ബഗ്ഗവിടെ ഉണ്ടോ? അവനെ തണുപ്പിച്ച് ഞാൻ കിടക്കുകയാണ്. തീർന്നു ഇതൊക്കെ എന്ത് ഇതൊരു തന്നെയല്ലേ. നമ്മളെ ഏത് വന്നെന്നറിയാമോ? തിരിച്ചു പോകാൻ പറഞ്ഞേ വിടും. ഒന്നുമില്ല കഴിഞ്ഞ അവരുടെ ഇതിനെക്കാട്ടി ഈ സ്ഥലം എന്തിനാണ് വെച്ചത്? ഒറ്റ ഡോർ വെച്ചാ പോരെ. അതാണ് നമ്മുടെ ചത്തിയും പാട്ട് കൊള്ളാലും പെട്ടെന്ന് അവന്റെ അടി വരാൻ അതെ. നീലേക്ക് നീലേക്ക് അറിയാൻ അവനെ കാണാൻ പറ്റും. അവനെ കണ്ട ഫ്രണ്ടിലുള്ള ചെറുതിനെ കാണാൻ പറ്റൂല. അടി വരുന്നുണ്ട്. അതെങ്ങനാ അത് കൊള്ളാൻ വരുന്നതെന്ന് എനിക്കറിയാം. അടി കിട്ടിയടാ എനിക്ക്. അവനെ കൊല്ലണമെങ്കിൽ നീ റെഡി കയറിയിട്ട് പറ്റില്ല. ആദ്യം ഈ മരുന്നിനെ കൊല്ലു. നീയെ കൊല്ലു. അതെന്താണ് നീ റെഡി കയറി ഇവനെ കൂടി കൊല്ലു. ഇവനെ കൂടി പെട്ടെന്ന് ഇല്ല അവൻ എന്താ നിൽക്കുന്നു. ഈ ടീച്ചറാടാ എന്നെ ഇത്ര നേരം അടിച്ചോണ്ടിരുന്ന. ആരെന്ന് വിചാരം വരുന്ന സാധനം ഇതാരടാ? എടാ ഇത്രയും വലിയ സെക്യൂരിറ്റി സിസ്റ്റം ഇട്ടിട്ടാണ് അങ്ങേര് നമ്മളെ അടിക്കാൻ പോകാൻ പറയുക. ഇങ്ങനെ അയച്ചപ്പോ എന്തോന്നേ ഇത് സൂപ്പർമാനാണ്. എല്ലാം കുടിക്കില്ലേ അതൊക്കെ അതിന് വലിയ ഏക്കോ ഞാൻ അവിടെ കിടന്ന് അവന്റെ ഒരടിക്ക് നിന്നെ 2 പോർഷനാണ് ഫുള്ള് നശിപ്പിക്കുകയാണ്. അവന്റെ കാലിന്റെ അടുത്ത് അവന്റെ കാലിന്റെ ഇടയിൽ ഉള്ള എല്ലാം കിട്ടി. അത് തന്നെ ആഞ്ഞടി ആഞ്ഞടി.
കഴിഞ്ഞ കാലം വിട്ടായിരുന്നു. ഈ അടി എല്ലാം കിട്ടുന്ന ഒരു കാലം. ഇപ്പൊ കുറച്ചെങ്കിലും പാടുണ്ട്, രക്ഷപ്പെട്ടു. എന്റേടാ റിലീഫുണ്ട്. ഉള്ള അടിയെല്ലാം വാങ്ങിച്ച് കൂട്ടിക്കറിയാം. താഴെ പോകുന്നു. മെമ്മറി ബാക്കി കഥ ഒരു കെട്ടിയിരിക്കുന്നു. തെറ്റി മാത്രം എന്റെ ഇനി കഥ പേടിപ്പിക്കാൻ വേണ്ടി ഫൈനൽ ബോസ് ആരെന്നറിയാമോ? അരിങ്ങര ഇവന്മാരെല്ലാം കൂടെ ഒരു പ്രതിമയായി മാറും. എന്നിട്ട് നമ്മളെ ഫൈറ്റ് ചെയ്യും. ഞാൻ ഇമ്പോർട്ടൻ അങ്ങനെയാണെങ്കിൽ ഞാൻ തെറ്റ് കേട്ടാ. ഈ പ്രതിമ എണീറ്റ് ഒന്ന് അടിക്കാനാണെങ്കിൽ ഏതാവാതിരിക്കട്ടെ. മറ്റേ ടീച്ചർ മറ്റേ കൊച്ചല്ലേ വലുതായ എടാ ഈ കൊച്ചാണ് മറ്റേ നമ്മള് റൂം ഇടയ്ക്ക് വെച്ച് കണ്ടുപിടിച്ചില്ലേ മറ്റേ കണ്ണോട്ടനോടോ. മറ്റേ കണ്ണോട്ടം പറഞ്ഞ് നീ അവിടെ നിന്ന് കയറി വന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് വേണം വെച്ചത്. അത് എവിടെ റൂമാണ്? Father hasn't spoken since my brother died. On my travels, I confirmed that which I've always believed, that we have the power to take away pain. Dark magic. What have you done? I took his pain. അപ്പൊ ഇങ്ങനെയാണ് അവള് ഈവിളിലോട്ട് പോകുന്നത് കേട്ടോ. Uncharted magic, Isadora. You can only see what has been sealed in the jar, and we do not know what power that may hold. But the traces of that magic are different from what I've seen before. Thank you. നമ്മൾ എന്ത് ചെയ്യും പണ്ടേ ലാസ്റ്റിലത്തെ വില്ലനെ കണ്ട്. അപ്പൊ ഈ പെണ്ണൊക്കെ ചത്തില്ലേ? എങ്ങനെ ചാവും? ഡ്രാഗനാണോ ഇതിന്റെ? പൊട്ടിച്ച് അങ്ങനെ എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പൊട്ടിച്ചായി. അതാണ്ട് ഡ്രാഗൻ കളിയാക്കി ഡ്രാഗനാണ്. നമുക്കൊരു ഗിഫ്റ്റ് പോലും തന്നിട്ടില്ല. ഒരു കൃത്യന്റെ മാസ്ക് എടുത്ത് വെച്ചേക്കുന്നു. നമ്മളെല്ലാം കത്തിക്കും. ട്രൈ ചെയ്യാൻ ഇടയ്ക്ക് ഒമാർക്ക് എന്ന എക്സിറ്റ് വഴി ആദ്യമേ നമ്മളെ പറഞ്ഞു വിട്ടൂടെ? നേരെ അവിടെ ചെന്ന് നിൽക്കുകയും ചെയ്യും. ഇല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ കുറെ അടിയിട്ട് ചെല്ലണം. നമ്മളുള്ള അടി ഉണ്ടാക്കി എക്സിറ്റ് ചെയ്യുന്നുണ്ടോന്നിരിക്കുന്നത്. ആദ്യം എക്സിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കൂടാ അല്ലേ? ഇവ അടിച്ചിട്ട് വന്നത്. It is good to see you again. Professor Rookwood told me about what happened at Rookwood Castle. In light of the dire circumstances in which we find ourselves, it is most fortunate that someone so competent is following this path. Thank you, Professor. I shall keep the second artifact safe as you've advised. Good. Are you ready to move on?
I'm ready for whatever comes next. In that case, introductions are in order. Allow me to introduce former Hogwarts headmistress, Neve Fitzgerald. How do you do? I must say that I was not entirely surprised to learn that a student had been completing the trials. I've always believed Hogwarts students capable of anything they set their minds to. Thank you, Professor. It's a pleasure to meet you as well. I am certain that you are more than capable of completing my trial. However, I must first, how shall I say, prepare the location of your next trial. We trust your judgment, Professor Fitzgerald. You should know better than anyone how to manage the inconvenience of, well... A vainglorious and exasperating headmaster? Indeed I should. I shall confirm that everything is in order immediately. Of course. Professor Fitzgerald needs some time to clear the way forward. Until then, you should continue to hone your magic. If you learn more about Ranrock and Victor Rookwood's activities in the meantime, please let us know. Very well, Professor. I know. Continue to hone my magic. You do learn quickly. Hopefully you will soon hear from Lodgok as ഈ രണ്ട് ഡൗട്ട് ഉണ്ട്. we shall learn how he fared. ഒന്നെങ്കിൽ ഈ പ്രൊഫസർ നമ്മളെ ചീറ്റ് ചെയ്യും, Well done today. അല്ലെങ്കിൽ ഈ പ്രൊഫസർ അവസാനമാവും നമ്മളടിക്കും. Again soon. അതും അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ കാണും. അപ്പൊ ഒരു നല്ല ഡൗട്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൊല്ലുമായിരിക്കും. വിന്ററായി കറക്റ്റ് ക്രിസ്മസ് ടൈം അല്ലേ ഇപ്പം? ഇവന്തിന് ഇവിടെ വന്ന് കിടക്കുന്ന താഴ്മേ. അതെ, നമുക്ക് വലിയ റൂമുണ്ട്, അവിടെ പോയി കിടക്കാൻ പോയാൽ. Regarding Salazar Slytherin's scriptorium, but my efforts were in vain. Meet me outside the Slytherin common room. We need to അപ്പൊ പക്ഷേ അവര് ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിക്കാൻ പോവുകയാണ്. പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. I have some news about them as well.